ഒന്നിനും 100-നും ഇടയിൽ 7ൻ്റെ ഗുണിതങ്ങൾ എത്ര എണ്ണമുണ്ട്? ഇവിടെ 1നും 100-നും ഇടയിലുള്ള 7ൻ്റെ ഗുണിതങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ 100-ൽ താഴെയുള്ള 7ൻ്റെ ഗുണിതങ്ങളുടെ എണ്ണം. ഇത് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പമാർഗ്ഗമുണ്ട്. 100-നെ 7 കൊണ്ട് അങ്ങ് ഹരിക്കുക. 100-നെ 7 കൊണ്ട് നമുക്ക് ഹരിക്കാം. 10-ൽ ഒരു തവണ 1 7 കുറയ്ക്കുമ്പോൾ 3 കിട്ടും. 0 ഇറക്കി എഴുതുന്നു. 30-ൽ 4 തവണ 4 7 28, ശിഷ്ടം 2 വരും. നമുക്ക് ഈ ഹരണഫലമാണ് വേണ്ടത്. 14 കിട്ടിയേക്കുന്നത്. അപ്പോൾ 100-ൽ താഴെയുള്ള 7ൻ്റെ ഗുണിതങ്ങളുടെ എണ്ണം 14. ശരി ഉത്തരം ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, 1/n അധികം 2/n അധികം 3/n അധികം എക്സെട്ര അധികം n/n സമം ഡാഷ്. അപ്പോൾ ഇവിടെ കുറേ ഭിന്നസംഖ്യകളാണ് കൂട്ടേണ്ടത്. ഇതിൻ്റെ എല്ലാം ഛേദം n ആണ്. അപ്പോൾ പൊതുവായ ഛേദം n ഉള്ളത് കൊണ്ട് നമുക്ക് ആ n കോമൺ ആയിട്ട് എഴുതാം, കോമൺ ഛേദമായിട്ട് എഴുതാം. അപ്പോൾ ന്യൂമറേറ്റർ എന്ത് വരും? 1 + 2 + 3 + എക്സെട്ര പ്ലസ് n ഡിവൈഡഡ് ബൈ n എന്ന് വരും. ഇത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, 1/n × 1 + 2 + 3 + എക്സെട്ര പ്ലസ് n ഈക്വൽ ടു 1/n × നോക്കുക, ഇത് 1 മുതൽ n വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുകയാണ്. ഇത് കാണാൻ നമുക്കൊരു സൂത്രവാക്യമുണ്ട്, n × n + 1/2. n × n + 1/2, ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക. അപ്പോൾ ഈ n-ഉം ഈ ഛേദത്തിലെ n-ഉം നമുക്ക് ക്യാൻസൽ ചെയ്യാം. പോയിട്ട് ഉത്തരം നമുക്ക് കിട്ടുന്നത് n + 1/2. അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ ഡി, n + 1/2. 999² - 1² സമം ഡാഷ്. നമുക്കിവിടെ 999² - 1² വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ സ്ക്വയർ കണ്ടുപിടിച്ച് അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതിലും എളുപ്പം നമുക്കൊരു സർവ്വസമവാക്യം ഉപയോഗിക്കുന്നതാണ്. ഓർക്കുക, a² - b² സമം a + b × a - b ആണ്. a² - b² സമം a + b × a - b. അപ്പോൾ ഈ സർവ്വസമവാക്യം ഉപയോഗിച്ചാൽ നമുക്ക് 999² - 1² എങ്ങനെ എഴുതാം? ഇവിടെ എയുടെ സ്ഥാനത്ത് 999ഉം ബിയുടെ സ്ഥാനത്ത് 1. 999 + 1 × 999 - 1 എന്നെഴുതാം. 999ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 1000, അതായത് 1000 ഗുണം 999ൽ നിന്ന് 1 കുറച്ചാൽ 998. ഇനി ഒരു സംഖ്യ 1000 കൊണ്ട് ഗുണിക്കണമെങ്കിൽ 3 0 ചേർത്താൽ മതി. അപ്പോൾ 998ഉം 3 0 വരുന്ന സംഖ്യയാണ് ഉത്തരം. അതായത് 9,98,000. ശരി ഉത്തരം ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, 2/1000 - 2/999 സമം ഡാഷ്. നമുക്കിവിടെ 2/1000 - 2/999 കാണും. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുന്നതിനായിട്ട് ഒരു കാര്യം ഓർക്കുക, 2/1000 എന്ന് പറഞ്ഞാൽ 2 1000 തവണ ആവർത്തിച്ച് ഗുണിക്കുന്നതാണ്. അപ്പോൾ നമുക്കത് ഇങ്ങനെ എഴുതാം, 2/1000-നെ 2/999 ഗുണം 2 എന്ന് എഴുതാം. ഇവിടെ 999 തവണ ഗുണിച്ചിട്ടുണ്ട്, അതിൻ്റെ കൂടെ ഒരു തവണയും കൂടെ ആകുമ്പോൾ 1000 തവണയായി. -2/999 എന്ന് എഴുതുക. ഇപ്പോൾ ഇവിടെ രണ്ടിടത്തും 999 2/999 കോമൺ ആണ്. നമുക്ക് ഈ 2/999നെ വേണമെങ്കിൽ 2/999 ഗുണം 1 എന്നും എഴുതാം. അപ്പോൾ രണ്ടിടത്തും 2/999 കോമൺ ആണല്ലോ. അപ്പോൾ 2/999നെ നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. ഇൻറ്റു ഇവിടെ എന്ത് വരും? ഇവിടെ പിന്നെ ഉള്ളത് 2 മൈനസ് ഇവിടെ 1, 2 - 1, അതായത് 2/999 ഗുണം 1 എന്ന് വരും, സമം 2/999. അപ്പോൾ ഉത്തരം 2/999. ശരി ഉത്തരം ഓപ്ഷൻ ഡി. 10/5 ഗുണം 10/6 ഡിവൈഡഡ് ബൈ 10/7 ഗുണം 10/8 സമം ഡാഷ്. നമുക്കിവിടെ 10/5 ഗുണം 10/6 ഡിവൈഡഡ് ബൈ 10/7 ഗുണം 10/8 കണ്ടുപിടിക്കണം. ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുന്നതിനുള്ള സൗകര്യത്തിനായിട്ട് നമുക്ക് ഈ 10/5ഉം 10/6ഉം ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് 10/5ഉം 10/6 അതേപടി തന്നെ എഴുതുക. ഡിനോമിനേറ്ററിലെ 10/7നെ നമുക്ക് 10/5 ഗുണം 10/2 എന്ന് എഴുതാം. കാരണം 10/7ൻ്റെ അർത്ഥം 10 7 തവണ ആവർത്തിച്ച് ഗുണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ 5 തവണയും ഇവിടെ 2 തവണയും അങ്ങനെ 7 തവണയായി.
അതുപോലെ 10⁻6 ക്യാൻസൽ ചെയ്യാനായിട്ട് 10⁸8 നമുക്ക് 10⁻6 ഗുണം 10⁻2 എന്ന് എഴുതാം. ഇവിടെ 6ഉം ഇവിടെ 2ഉം, അങ്ങനെ ടോട്ടൽ 8 തവണ ഇതുമായി. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് 10⁻5 രണ്ടിടത്തും ക്യാൻസൽ ചെയ്യാം. 10⁻6 ഇവിടെയും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ന്യൂമറേറ്ററിൽ 1ഉം ഡിനോമിനേറ്ററിൽ 10² ഗുണം 10² വരും. സമം 1/10² എത്രയാണ്? 100. 100 ഗുണം 100 അല്ലെങ്കിൽ 100 ഗുണം 100 10,000. 10,000-ൽ 1 എന്ന് വരും. അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ ബി. റൂട്ട് ഓഫ് 1 അധികം റൂട്ട് ഓഫ് 4 അധികം റൂട്ട് ഓഫ് 21 അധികം റൂട്ട് ഓഫ് 16 സമം ഡാഷ്. ഇവിടെ തന്നിരിക്കുന്ന നോക്കുക, ആദ്യത്തെ റൂട്ടിനകത്താണ് അടുത്ത റൂട്ട് വരുന്നത്, അതിനകത്ത് അടുത്ത റൂട്ട്, അതിനകത്ത് അടുത്ത റൂട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ നമ്മൾ ഏറ്റവും അകത്തുള്ള റൂട്ടിൻ്റെ വാല്യൂ വേണം ആദ്യം കണ്ടുപിടിക്കാൻ. അതായത് 16ൻ്റെ സ്ക്വയർ റൂട്ട്. 16ൻ്റെ സ്ക്വയർ റൂട്ട് 4 അപ്പോൾ ഈ റൂട്ട് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 21 + 4 25 വരും. 25ൻ്റെ സ്ക്വയർ റൂട്ട് നമുക്കറിയാം 5. അപ്പോൾ ഈ റൂട്ടിനകത്ത് റൂട്ട് ഓഫ് 4 പ്ലസ് ഈ റൂട്ടിൻ്റെ 5 വരും. 5 4 9. 9ൻ്റെ സ്ക്വയർ റൂട്ട് 3. അപ്പോൾ ആദ്യത്തെ റൂട്ട് എന്നിങ്ങനെ വരും റൂട്ട് ഓഫ് 1 + 3 എന്ന് വരും, അല്ലെങ്കിൽ റൂട്ട് 4. റൂട്ട് 4ൻ്റെ വാല്യൂ 2. അപ്പോൾ ഉത്തരം 2. ശരി ഉത്തരം ഓപ്ഷൻ ബി. 4-ൽ 3, 5-ൽ 6, 8-ൽ 9, 7-ൽ 8 ഈ ഭിന്നസംഖ്യകളെ ആരോഹണ ക്രമത്തിൽ എഴുതുക. അപ്പോൾ ഇവിടെ 4 ഭിന്നസംഖ്യകൾ നൽകിയിട്ടുണ്ട്. ഇവയെ ആരോഹണ ക്രമത്തിൽ എഴുതണം. അതായത് ഏറ്റവും ചെറുത് ആദ്യവും ഏറ്റവും വലുത് അവസാനവും വരുന്ന രീതിയിൽ ക്രമത്തിൽ എഴുതണം. അപ്പോൾ നമുക്ക് ഈ സംഖ്യകളൊന്ന് നോക്കാം. ആദ്യത്തെ നോക്കുക 4-ൽ 3, അടുത്തത് 5-ൽ 6, 8-ൽ 9, 7-ൽ 8. ഇതിൽ ഈ അവസാനം നൽകിയിരിക്കുന്ന 3 എണ്ണത്തിലും അംശം ഛേദത്തേക്കാൾ വലുതാണ്. അതേസമയം 4-ൽ 3 അംശം ചെറുതും ഛേദം വലുതുമാണ്. ഈ അംശം ഛേദത്തേക്കാൾ വലുതായിരിക്കുന്ന സംഖ്യകളിൽ അംശത്തിനെ ഛേദം കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 1-നേക്കാൾ വലിയൊരു സംഖ്യ ആയിരിക്കും കിട്ടുക. അതേസമയം ഇവിടെ 3-നെ 4 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 3-നെ 4 കൊണ്ട് ഹരിച്ചാൽ 1-നേക്കാൾ ചെറിയൊരു സംഖ്യ ആയിരിക്കുമല്ലോ കിട്ടുക. അപ്പോൾ ഇക്കൂട്ടത്തിലെ ഏറ്റവും ചെറുത് 4-ൽ 3 ആണെന്ന് നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ ആദ്യം വരേണ്ടത് 4-ൽ 3 ആണ്. ഇനിയും ബാക്കിയുള്ള 3 സംഖ്യകളെ കമ്പയർ ചെയ്താൽ മതി. അപ്പോൾ ഈ സംഖ്യകളൊന്ന് നോക്കുകയാണെങ്കിൽ ഇവയ്ക്കൊരു പ്രത്യേകത നമുക്ക് കാണാം. 5-നേക്കാൾ 1 കൂടുതലാണ് 6, 8-നേക്കാൾ 1 കൂടുതലാണ് 9, 7-നേക്കാൾ 1 കൂടുതലാണ് 8. അതായത് ഈ 3 സംഖ്യകളിലും ഛേദത്തേക്കാൾ 1 കൂടുതലാണ് അംശത്തിൽ. അങ്ങനെ ഛേദത്തേക്കാൾ ഒരു നിശ്ചിത സംഖ്യ അംശം കൂടുതലായി വരുന്ന ഭിന്നസംഖ്യകളിൽ ഏറ്റവും വലിയ സംഖ്യകൾ അടങ്ങിയിരിക്കുന്ന ഭിന്നമായിരിക്കും ഏറ്റവും ചെറുത്. ഓർക്കുക, ഛേദത്തേക്കാൾ ഒരു നിശ്ചിത സംഖ്യ അംശം കൂടുതലായി വരുന്ന ഭിന്നസംഖ്യകളിൽ വലിയ സംഖ്യകൾ അടങ്ങിയിരിക്കുന്ന ഭിന്നം ഏറ്റവും ചെറുതും ചെറിയ സംഖ്യകൾ അടങ്ങിയ ഭിന്നം ഏറ്റവും വലുതുമായിരിക്കും. അപ്പോൾ ഇക്കൂട്ടത്തിൽ വലിയ സംഖ്യകൾ അടങ്ങിയിരിക്കുന്ന ഭിന്നം 8-ൽ 9 ആണ്. അതുകൊണ്ട് ഇക്കൂട്ടത്തിൽ ഏറ്റവും ചെറുത് വരുന്നത് 8-ൽ 9. അപ്പോൾ 4-ൽ 3 കഴിഞ്ഞ് വരേണ്ടത് 8-ൽ 9. അടുത്തത് ഇനി വരുന്ന വലിയ സംഖ്യകൾ ഇതാണ് 7-ൽ 8. 7-ൽ 8 കൂട്ടത്തിലെ ഏറ്റവും ചെറിയ സംഖ്യകൾ അടങ്ങിയിരിക്കുന്ന 5-ൽ 6-ലാണ്. അപ്പോൾ ഏറ്റവും വലിയ ഭിന്നസംഖ്യ എന്ന് പറയുന്നത് 5-ൽ 6. അപ്പോൾ അടുത്തത് 5-ൽ 6. അപ്പോൾ ഈ ക്രമത്തിനാണ് വരുന്നത് 4-ൽ 3, 8-ൽ 9, 7-ൽ 8, 5-ൽ 6. അപ്പോൾ ഈ ക്രമത്തിൽ തന്നിരിക്കുന്ന ഓപ്ഷൻ എ ആണ്. അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ എ. പൈതഗോറിയൻ ത്രയങ്ങളിൽ പെടാത്തവ ഏത്? ഇവിടെ 4 സെറ്റ് നമ്പേഴ്സ് നൽകിയിട്ടുണ്ട്. ഇക്കൂട്ടത്തിൽ പൈതഗോറിയൻ ത്രയങ്ങളിൽ പെടാത്തവ ഏതെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൻ്റെ ഉത്തരം കാണണമെങ്കിൽ പൈതഗോറിയൻ ത്രയം എന്തെന്ന് അറിഞ്ഞിരിക്കണം. പൈതഗോറിയൻ ത്രയം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 നമ്പേഴ്സിൻ്റെ ഒരു സെറ്റാണ്. ആ നമ്പേഴ്സിലെ ചെറിയ 2 നമ്പേഴ്സിൻ്റെ വർഗ്ഗങ്ങളുടെ തുക വലിയ സംഖ്യയുടെ വർഗ്ഗത്തിനോട് തുല്യമായിരിക്കണം. ഓർക്കുക, പൈതഗോറിയൻ ത്രയത്തിലെ ചെറിയ 2 നമ്പേഴ്സിൻ്റെ വർഗ്ഗങ്ങളുടെ തുക വലിയ സംഖ്യയുടെ വർഗ്ഗത്തിനോട് തുല്യമായിരിക്കും. അപ്പോൾ ആദ്യത്തെ 3 നമ്പേഴ്സ് എടുത്ത് നമുക്ക് പരിശോധിക്കാം. 3, 4, 5. അപ്പോൾ ഇതിലെ ചെറിയ നമ്പേഴ്സ് 3ഉം 4ഉമാണ്. അപ്പോൾ 3-ൻ്റെ സ്ക്വയർ അധികം 4-ൻ്റെ സ്ക്വയർ നോക്കുക. 3-ൻ്റെ സ്ക്വയർ 9, 4-ൻ്റെ സ്ക്വയർ 16, 16 9 കൂടെ കൂട്ടിയ 25. ഇത് 5-ൻ്റെ സ്ക്വയറാണ്. അപ്പോൾ ചെറിയ 2 നമ്പേഴ്സിൻ്റെ വർഗ്ഗങ്ങളുടെ തുക വലിയ സംഖ്യയുടെ വർഗ്ഗത്തിനോട് ഈക്വലാണ്. അതുകൊണ്ട് ഇത് പൈതഗോറിയൻ ത്രയമാണ്. നമുക്ക് പൈതഗോറിയൻ ത്രയങ്ങളിൽ പെടാത്തവ അല്ലെങ്കിൽ പൈതഗോറിയൻ ത്രയം അല്ലാത്തവ ഏതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അടുത്ത് നോക്കുക 6, 8, 10. അപ്പോൾ 6 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ നോക്കുക. 6-ൻ്റെ സ്ക്വയർ 36, 8-ൻ്റെ സ്ക്വയർ 64, 36 64 കൂടെ കൂട്ടിയാൽ 100 ആവും. അത് 10-ൻ്റെ സ്ക്വയറാണ്. അപ്പോൾ ഇവിടെയും ചെറിയ 2 സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുക
വലിയ സംഖ്യയുടെ വർഗ്ഗത്തിനോട് ഈക്വലാണ്. അപ്പോൾ ഇതും പൈതഗോറിയൻ ത്രയമാണ്. ഇനി അടുത്ത 1, 2, 5 നോക്കുക. അപ്പോൾ 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ നോക്കുക. 1ൻ്റെ സ്ക്വയർ 1, 2ൻ്റെ സ്ക്വയർ 4, 1 4 കൂടെ കൂട്ടുമ്പോൾ 5 ആകുന്നുള്ളൂ. വലിയ സംഖ്യയുടെ വർഗ്ഗത്തിനോട് ഈക്വൽ ആകുന്നില്ല. അതുകൊണ്ട് ഇത് പൈതഗോറിയൻ ത്രയമല്ല. അപ്പോൾ ശരിയുത്തരം ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ ഡിയും പൈതഗോറിയൻ ത്രയമാണ്. അപ്പോൾ ഇത് കണ്ടുപിടിക്കുന്നതിൻ്റെ എളുപ്പമാർഗ്ഗമുണ്ട്. 3, 4, 5 പൈതഗോറിയൻ ത്രയമാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇതിൻ്റെ ഏത് മൾട്ടിപ്പിൾ എടുത്തു കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്ന ഒരു പൈതഗോറിയൻ ത്രയമാണ്. അതായത് ഇതിനെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും, ഇപ്പോൾ 3 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ 9, 12, 15 കിട്ടും. അതൊരു പൈതഗോറിയൻ ത്രയമായിരിക്കും. 4 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ 12, 16, 20 വരും. അതും പൈതഗോറിയൻ ത്രയമാണ്. അതാണ് നമ്മുടെ 4ാമത്തെ ഓപ്ഷൻ. അപ്പോൾ ശരിയുത്തരം ഓപ്ഷൻ സി 1, 2, 5. അടുത്ത ചോദ്യം ഒരു ചിത്രത്തിനെ അടിസ്ഥാനമാക്കിയാണ്. ഈ ചിത്രത്തിലെ ABCD എന്ന സമയദൂരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്ര? അപ്പോൾ ഇവിടെ ABCD ഒരു സമയദൂരമാണ്. ഇതിൻ്റെ ഒരു വശത്തിൻ്റെ നീളം കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ വേറെ ഒരു രൂപം കൂടെ നൽകിയിട്ടുണ്ട്. ഇത് സമയദൂരമാണോ എന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടില്ല. ഇതിൻ്റെ രണ്ട് വശങ്ങൾ 2 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ നൽകിയിട്ടുണ്ട്. മറ്റ് വശങ്ങളെക്കുറിച്ചോ അതിൻ്റെ കോണുകളെക്കുറിച്ചോ യാതൊന്നും ക്വസ്റ്റ്യൻ പറയുന്നില്ല. എങ്കിലും ഈ കോൺ ഒരു മട്ടകോൺ ആണെന്ന് കരുതിയാണ് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. അപ്പം ABയുടെ നീളം കണ്ടുപിടിച്ചാൽ മതി. സമയത്തിൻ്റെ ഒരു വശമാകും. കാരണം AB സമയത്തിൻ്റെ ഒരു വശമാണല്ലോ. അപ്പോൾ ABയുടെ നീളം കിട്ടാനായിട്ട് നോക്കുക. ഇത് ഒരു മട്ടത്രികോണമാണ്. ഇത് മട്ടകോണാണെങ്കിൽ ഇതൊരു മട്ടത്രികോണമാണ്. മട്ടത്രികോണം ആകുമ്പോൾ നമുക്ക് പൈതഗോറസ് തിയറം ഉപയോഗിച്ച് നമുക്കിതിൻ്റെ നീളം കണ്ടുപിടിക്കാം. പൈതഗോറസ് തിയറം പറയുന്നത് ഒരു മട്ടത്രികോണത്തിലെ ഈ ലംബ 2 വശങ്ങൾ, ഇത് രണ്ടുമാണ് ലംബവശങ്ങൾ. ആ 2 ലംബവശങ്ങളുടെ വർഗ്ഗങ്ങളുടെ തുക അതിൻ്റെ കർണത്തിൻ്റെ വർഗ്ഗത്തിനോട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്കിത് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ 2 വശങ്ങളുടെ വർഗ്ഗങ്ങളുടെ തുക ഇതിൻ്റെ നീളത്തിൻ്റെ വർഗ്ഗത്തിനോട് തുല്യമായിരിക്കും. ഇതിൻ്റെ വർഗ്ഗം എത്രയാണ്? 2. അപ്പോൾ 2 സ്ക്വയർ അധികം ഇവിടെയും 2 ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ 2 സ്ക്വയർ. ഇത് എത്ര വരും? 2 സ്ക്വയർ 4. 4 + 4 = 8. അപ്പോൾ 8 എന്നുള്ളത് ഈ കർണത്തിൻ്റെ വർഗ്ഗത്തിനോട് തുല്യമാണ്. അപ്പോൾ കർണത്തിൻ്റെ നീളം അഥവാ ABയുടെ നീളം കിട്ടണമെങ്കിൽ 8ൻ്റെ സ്ക്വയർ റൂട്ട് കാണണം. അപ്പോൾ ABയുടെ നീളം എന്ന് പറയുന്നത് 8ൻ്റെ സ്ക്വയർ റൂട്ടാണ്. അതായത് √8 ആണ്. √8. 8നെ നമുക്ക് 4 × 2 എന്ന് എഴുതാം. അപ്പോൾ √4 × 2 എന്ന് വരും. 4ൻ്റെ സ്ക്വയർ റൂട്ട് 2. അപ്പോൾ 2√2 എന്ന് എഴുതാം. 4ൻ്റെ സ്ക്വയർ റൂട്ട് 2 ആയതുകൊണ്ട് 2√2. അപ്പോൾ ABയുടെ നീളം 2√2 സെൻറ്റിമീറ്റർ ആണ്. ശരിയുത്തരം ഓപ്ഷൻ എ. അടുത്ത ചോദ്യവും ഒരു ചിത്രത്തിനെ അടിസ്ഥാനമാക്കിയാണ്. ഈ ചിത്രത്തിൽ ABയും CDയും ABCD ഇവ സമാന്തരങ്ങളാണ്. അതായത് ABയും CDയും പാരലൽ ലൈൻസ് ആണ്. അങ്ങനെയെങ്കിൽ ഈ തന്നിരിക്കുന്ന കോൺ x ഡിഗ്രി അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ കോണിൻ്റെ അളവ് കണ്ടുപിടിക്കണം. നമുക്കിവിടെ 30 ഡിഗ്രിയും തന്നിട്ടുണ്ട്. ഈ കോണിൻ്റെ അളവ് 70 ഡിഗ്രിയും തന്നിട്ടുണ്ട്. നമുക്ക് ചെയ്തു തുടങ്ങാം. ഈ കോൺ 70 ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ എതിർ കോണാണ് ഇത്. ഇതും എത്ര തന്നെ വരും? 70 ഡിഗ്രി തന്നെ വരും. ഇത് രണ്ടും തുല്യമായിരിക്കും. ഇനി ഇത് 70 ഡിഗ്രി ആണെങ്കിൽ ABയും CDയും പാരലൽ ആയതുകൊണ്ട് ഒരേ സ്ഥാനത്ത് വരുന്ന കോണാണ് ഇത്. അപ്പോൾ ഇതും എത്ര തന്നെ വരും? ഈ അളവും 70 ഡിഗ്രി തന്നെയായിരിക്കും. ഇനി ഈ ത്രികോണം നോക്കുക. ഈ ത്രികോണത്തിലെ 2 കോണുകൾ നമുക്കറിയാം. മൂന്നാമത്തെ കോൺ കണ്ടുപിടിച്ചാൽ മതി. അവർക്ക് ഒരു ത്രികോണത്തിലെ 3 കോണുകളുടെ അളവുകളുടെ തുക 180 ഡിഗ്രിയാണ്. അതിലെ 2 കോണുകൾ 30 ഡിഗ്രി 70 ഡിഗ്രിയും അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 100 ഡിഗ്രി ആവും. അപ്പോൾ പിന്നെ 180 ഡിഗ്രി ആകാൻ വേണ്ടത് x ഡിഗ്രി എത്രയായിരിക്കണം? 80 ഡിഗ്രി ആയിരിക്കണം. എക്സിൻ്റെ വാല്യൂ 80 വന്നാൽ മാത്രമേ ഇത് 3ഉം കൂടെ കൂട്ടുമ്പോൾ 180 വരുള്ളൂ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 80 ആണ്. ശരിയുത്തരം ഓപ്ഷൻ സി.